പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ നിന്ന് യുവനേതാക്കളെ ഒഴിവാക്കിയതിന്റെ പേരിൽ സമസ്തയിൽ ഭിന്നത രൂക്ഷം. ഓസ്ഫോജ്ന SKSSF പ്രാദേശിക കമ്മിറ്റികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിച്ചതോടെയാണ് പ്രതിഷേധം ശക്തമായത്. സാമൂഹിക മാധ്യമങ്ങളിലും സമസ്ത അനുകൂലികൾക്ക് ഇടയിലും ഇത് സംബന്ധിച്ച് ചേരിപ്പോര് ശക്തമാണ്. സമസ്ത യുവനേതാക്കളെ ഒഴിവാക്കിയതിനെതിരെ ജാമിയ ക്യാമ്പസിൽ ലഘുലേഖ വിതരണം ചെയ്തു. ദുർവാശിക്കാരനും അഹങ്കാരത്തിന്റെ അങ്ങേയറ്റവുമാണ് സാദിഖ് അലി തങ്ങളെന്നാണ് ലഘുലേഖയിൽ പറയുന്നത്. സ്ഥാപനങ്ങളുടെ സാരഥ്യങ്ങളും മഹലുകളുടെ ഖാളി സ്ഥാനങ്ങളും പാരമ്പര്യമായി കിട്ടിയതാണെന്നും നേതൃപാടവമോ മതപരമായ സ്ഥാനങ്ങളുള്ളതുകൊണ്ടല്ലെന്നും ലഘുലേഖ കുറ്റപ്പെടുത്തുന്നു. പാണക്കാട്ടെ പൂർവികരുടെ പുണ്യങ്ങളും സ്വഭാവ മഹിമയും നേതൃഗുണങ്ങളും സ്മരണീയമാണ്. അവരുടെ വിയോഗാനന്തരം സാദിഖ് അലി തങ്ങളിൽ നേതൃത്വം എത്തപ്പെട്ടത് ദുര്യോധമായിരുന്നു. ജാമിയ നൂരിയ സമസ്തയുടെ സ്ഥാപനമാണ്. അവിടെ സമസ്തക്കാർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം മൂടിക്കളയാമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ഹിജ്റകൾക്ക് മറുപടി സമ്മേളന നഗരിയിൽ തന്നെ ഉയരുമെന്നും ലഘുലേഖ ചൂണ്ടിക്കാണിക്കുന്നു. ജാമിയ സമ്മേളനത്തിൽ നിന്ന് സ്ഥിരം പ്രഭാഷകരായ സുന്നി യുവജന സംഘം വർക്കിംഗ് ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്, SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ തുടങ്ങിയവരെ ഒഴിവാക്കിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ലഘുലേഖകൾ ഇറക്കിയിരിക്കുന്നത്. ലീഗ് നേതാക്കൾ ഇടപെട്ടാണ് സമസ്ത യുവ നേതാക്കളെ മാറ്റി നിർത്തിയത് എന്നാണ് ആരോപണം. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനമുന്നയിച്ച സമസ്ത നേതാക്കളെയാണ് മാറ്റി നിർത്തിയത്. സമസ്ത മുഷാവറ നേരിട്ട് നടത്തുന്ന ഏക സ്ഥാപനമാണ് പെരിന്തൽമണ്ണയിലെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ കോളേജ്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനമാണ് ജനുവരി 3 മുതൽ 7 വരെ നടക്കുന്നത്. ഈ വേദിയിൽ നിന്നാണ് സമസ്തയിലെ യുവ നേതാക്കളെ വെട്ടിമാറ്റിയത്. ജാമിയ സമ്മേളനങ്ങളിൽ സ്ഥിരമായി പ്രഭാഷണം നടത്താറുള്ള നേതാക്കളെയാണ് ഒഴിവാക്കിയത്. ഏക സിവിൽ കോഡ് വിഷയമടക്കം പല ഘട്ടങ്ങളിലായി മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ചവരാണ് മാറ്റി നിർത്തപ്പെട്ടവർ. വെട്ടിനിർത്തലിന് പിന്നിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കളാണെന്നാണ് സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ ആരോപണം. സമസ്തയുടെ സ്ഥാപനങ്ങളിലെ പരിപാടിയിൽ നിന്ന് തന്നെ യുവ നേതാക്കളെ വെട്ടിമാറ്റിയതിൽ സംഘടനയ്ക്ക് അകത്ത് തന്നെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്.